നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെയും തമിഴ് രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന വാർത്തകളാണ് ചെന്നൈയിൽ നിന്നും പുറത്തുവരുന്നത്. സൂപ്പർ താരം വിജയുടെ ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നുവെങ്കിലും ഇപ്പോൾ സംഗീത കോടതിയിൽ സമർപ്പിച്ച പുതിയ ഹർജി വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം ശക്തിപ്പെടുത്തുന്ന തിരക്കുകളിലായിരിക്കുമ്പോഴാണ് കുടുംബത്തിനുള്ളിൽ നിന്നുള്ള ഈ നിയമ പോരാട്ടം വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നത്. ചെന്നൈ നീലാങ്കരയിലുള്ള വിജയുടെ വസതിയിൽ താമസിക്കാൻ അനുവാദം തേടിയും അർഹമായ ജീവനാംശം ആവശ്യപ്പെട്ടുമാണ് സംഗീത പുതിയ ഹർജി നൽകിയിരിക്കുന്നത്. ദശാബ്ദങ്ങൾ നീണ്ട ദാമ്പത്യം നിയമപരമായ വേർപിരലിലേക്ക് നീങ്ങുമ്പോൾ സാമ്പത്തികവും വൈകാരികവുമായ വലിയൊരു തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സംഗീത കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം താമസ സൗകര്യവുമായി ബന്ധപ്പെട്ടതാണ്. വിവാഹമോചന ഹർജിയിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ തനിക്ക് നീലാങ്കരയിലെ വീട്ടിൽ തന്നെ തുടരാൻ അനുവദിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിന് ആധാരമായി അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ ഇവയാണ്. വിവാഹത്തിന് മുൻപ് ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തിയായിരുന്നു സംഗീത. വിജയുമായുള്ള വിവാഹശേഷം ചെന്നൈയിലേക്ക് മാറിയ തനിക്ക് നിലവിൽ ഈ നഗരത്തിൽ സ്വന്തമായി മറ്റൊരു വീടില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ദീർഘകാലമായി കുടുംബം താമസിച്ചു വരുന്ന നീലാങ്കരയിലെ വസതിയിൽ തുടരാൻ നിലവിൽ വിജയ് തന്നെ അനുവദിക്കുന്നില്ലെന്ന് സംഗീത ഹർജിയിൽ ആരോപിക്കുന്നു. ഇത് തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. നീലാങ്കരയിലെ വീട്ടിൽ താമസിപ്പിക്കാൻ സാധ്യമല്ലെങ്കിൽ വിജയുടെ സാമ്പത്തിക സ്ഥിതിക്കും പദവിക്കും അനുയോജ്യമായ മറ്റൊരു വീട് ചെന്നൈയിൽ തന്നെ ഒരുക്കി നൽകണം എന്നാണ് സംഗീതയുടെ ആവശ്യം. താൻ ഒരു ഭാര്യയായും അമ്മയായും തന്റെ കടമകൾ കൃത്യമായി നിർവഹിച്ചുവെന്നും സംഗീത ഹർജിയിൽ ആവർത്തിക്കുന്നുണ്ട്. വിജയുടെ സിനിമാ ജീവിതത്തിന്റെ വളർച്ചാഘട്ടങ്ങളിൽ വലിയ പിന്തുണ നൽകിയ തനിക്ക് ഇപ്പോൾ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന വേദനയും ഹർജിയിൽ നിഴലിക്കുന്നു. വിജയുടെ ആസ്തിയെ സംബന്ധിച്ചും സംഗീത കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള വിജയ് തന്റെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാൻ ബാധ്യസ്ഥനാണ്. തനിക്കും മക്കൾക്കും ന്യായമായി അർഹിക്കുന്ന വിഹിതം നൽകണമെന്നും അവർ കോടതിയിൽ ആവശ്യപ്പെട്ടു. മക്കളുടെ വിദ്യാഭ്യാസവും സുരക്ഷയും മുൻനിർത്തി കൃത്യമായ ജീവനാംശം സംഗീത പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിജയും സംഗീതയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന തരത്തിൽ തമിഴ് മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. വിജയുടെ മകന്റെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലോ വിജയുടെ കുടുംബ പരിപാടികളിലോ സംഗീതയുടെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടാതെ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച സമയത്തും സംഗീത അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന സൂചനകൾ നൽകിയിരുന്നെങ്കിലും നിയമപരമായ രേഖകൾ പുറത്തുവരുന്നത് ഇപ്പോഴാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഘട്ടമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് വ്യക്തിജീവിതത്തിലെ ഈ തർക്കങ്ങൾ പൊതുമധ്യത്തിൽ ചർച്ചാ വിഷയമാകുന്നത് രാഷ്ട്രീയമായ വെല്ലുവിളികൾ ഉയർത്താം. ആരാധക ലക്ഷങ്ങളുള്ള ഒരു താരം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. സംഗീതയുടെ ഹർജിയിൽ കോടതി വിജയുടെ പ്രതികരണം തേടുമെന്നാണ് സൂചന. ഒരു സിവിൽ കേസ് എന്ന നിലയിൽ താമസ സൗകര്യവും ജീവനാംശവും സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതി അനുരഞ്ജന ശ്രമങ്ങൾക്ക് തുടക്കമിടാം. എന്നാൽ സംഗീതയുടെ വാദങ്ങൾ സത്യമാണെങ്കിൽ വിജയുടെ പ്രതികരണം ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കും. വിജയ് തന്റെ കുടുംബത്തിന് അർഹമായത് നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കുമോ അതോ നിയമപരമായി തന്നെ പോരാടുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ലക്ഷക്കണക്കിന് ആരാധകർ തങ്ങളുടെ പ്രിയ താരത്തിന്റെ കുടുംബജീവിതത്തിലുണ്ടായ ഈ മാറ്റങ്ങളിൽ ഏറെ ആശങ്കാകുലരാണ്.